വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അദ്ധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. യേശുവിൻ്റെ വംശാവലി. അബ്രാഹത്തിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രൻ യേശുക്രിസ്തുവിൻ്റെ വംശാവലി ഗ്രന്ഥം. അബ്രാഹം ഇസ്ഹാക്കിൻ്റെ പിതാവായിരുന്നു. ഇസ്ഹാക്ക് യാക്കോബിൻ്റെയും, യാക്കോബ് യൂദയായുടെയും സഹോദരന്മാരുടെയും പിതാവായിരുന്നു. താമാറിൽ ജനിച്ച പേരെസിൻ്റെയും സേറായുടെയും പിതാവായിരുന്നു യൂദ. പേരെസ് ഹെസ്രോൻ്റെയും, ഹെസ്രോൻ ആരാമിൻ്റെയും പിതാവായിരുന്നു. ആരാം അമിനാദാബിൻ്റെയും, അമിനാദാബ് നഹ്ശോൻ്റെയും, നഹ്ശോൻ സൽമോൻ്റെയും പിതാവായിരുന്നു. സൽമോൻ റാഹാബിൽ നിന്ന് ജനിച്ച ബോവാസിൻ്റെയും, ബോവാസ് റൂത്തിൽ നിന്ന് ജനിച്ച ഓബദിൻ്റെയും, ഓബദ് ജെസ്സയുടെയും, ജെസ്സെ ദാവീദ് രാജാവിൻ്റെയും പിതാവായിരുന്നു. ദാവീദ് ഊറിയായുടെ ഭാര്യയിൽ നിന്ന് ജനിച്ച സോളമിൻ്റെ പിതാവായിരുന്നു. സോളമൻ റഹോബോവാമിൻ്റെയും, റഹോബോവാം അബിയായുടെയും, അബിയ ആസായുടെയും പിതാവായിരുന്നു. ആസ യോസഫാത്തിൻ്റെയും, യോസഫാത്ത് യോറാമിൻ്റെയും, യോറാം ഓസിയായുടെയും, ഓസിയ യോദാമിൻ്റെയും, യോദാം ആഹാസിൻ്റെയും, ആഹാസ് ഹെസക്കിയായുടെയും, ഹെസക്കിയ മനാസയുടെയും, മനാസെ ആമോസിൻ്റെയും, ആമോസ് ജോസിയായുടെയും പിതാവായിരുന്നു. ബാബിലോൺ പ്രവാസകാലത്തു ജനിച്ച യാക്കോണിയായുടെയും സഹോദരന്മാരുടെയും പിതാവായിരുന്നു ജോസിയ. യാക്കോണിയ ബാബിലോൺ പ്രവാസത്തിനു ശേഷം ജനിച്ച സലാത്തിയേലിൻ്റെയും, സലാത്തിയേൽ സൊറോബാബേലിൻ്റെയും പിതാവായിരുന്നു. സൊറോബാബേൽ അബിയൂദിൻ്റെയും, അബിയൂദ് എലിയാക്കിമിൻ്റെയും, എലിയാക്കിം ആസോറിൻ്റെയും, ആസോർ സാദോക്കിൻ്റെയും, സാദോക്ക് അക്കീമിൻ്റെയും, അക്കീം എലിയൂദിൻ്റെയും, എലിയൂദ് എലെയാസറിൻ്റെയും, എലെയാസർ മദാൻ്റെയും, മദാൻ യാക്കോബിൻ്റെയും പിതാവായിരുന്നു. യാക്കോബ് മറിയത്തിൻ്റെ ഭർത്താവായ ജോസഫിൻ്റെ പിതാവായിരുന്നു. അവളിൽ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു. ഇങ്ങനെ അബ്രാഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബിലോൺ പ്രവാസം വരെ 14, ബാബിലോൺ പ്രവാസം മുതൽ ക്രിസ്തു വരെ 14 തലമുറകളാണ് ആകെയുള്ളത്.